നമസ്കാരം. കൂത്താട്ടുള്ള മിഷനിലേക്ക് സ്വാഗതം. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാമിന് തുടക്കമായി. സർക്കാർ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും വികസന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആസൂത്രണം നടത്തുന്നതിനും ലക്ഷ്യമിട്ട് നടത്തുന്ന അഭിപ്രായ ശേഖരണ പഠന പരിപാടിയായ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാമിന് കൂത്താട്ടുളത്ത് തുടക്കമായി. കില ബ്ലോക്ക് കോർഡിനേറ്റർ PN സജീവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം നഗരസഭാ ചെയർമാൻ റെജി ജോൺ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ഷീബ എസ്, ചില റിസോഴ്സ് അംഗങ്ങളായ MK രാജു, PK ബാലകൃഷ്ണൻ, KM സുജാത, അഞ്ജു സൂസൻ ജോർജ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സർക്കാർ ജനങ്ങളുടെ അഭിപ്രായം വികസനവും ക്ഷേമവും മുൻനിർത്തി ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു സർക്കാർ ജനങ്ങളിലേക്ക് എത്തുകയാണ്. ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ വികസന ആവശ്യങ്ങൾ സൂചിപ്പിക്കുക, അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കി അത് ഗുണകരമാണോ അല്ലെങ്കിൽ ദോഷമായിട്ടാണോ അല്ലെങ്കിൽ നമ്മൾക്ക് ഉദ്ദേശിച്ച അഭിപ്രായത്തിൽ വ്യക്തിവെക്കുന്ന വിവരങ്ങളിലേക്ക് ലഭിക്കുന്നത് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനുള്ള റെസ്പോൺസ് എന്നതിൻ്റെ മെയിൻ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് കാര്യത്തിൽ ചെയ്താലും പ്രതികരണം ഉണ്ടാകും. പ്രതികരണം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് ജനങ്ങളിലെത്തി സർവേ നടത്താതെ മറ്റു പല പ്രോഗ്രാമുകൾ നടത്താതെ തന്നെ നമ്മൾ കണക്കെടുപ്പില്ലാതെ തന്നെ സർവേ ഇല്ലാതെ തന്നെ വിലയിരുത്തലില്ലാതെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ തന്നെ എത്തിപ്പിടിക്കുന്ന ഒരു പരിപാടി ആരംഭിക്കുന്ന ഈ പ്രോഗ്രാം എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന സർക്കാർ ഉദ്ദേശിക്കുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ ജനങ്ങളിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് എനിക്കൊരു ജനപ്രതിയുടെ പേരിൽ സംശയമുണ്ട്. അത് എത്തിക്കുന്നത് ഏത് രീതിയിലാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്നതിനപ്പുറത്ത് നടക്കാവുന്ന സാഹചര്യമുണ്ടോ എന്ന് നിങ്ങളൊക്കെ ഇത് ഗുണകരമായി തന്നെ ഇത് കേന്ദ്രത്തിൽ ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നത് എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം, എന്തൊക്കെയാണ് നമ്മുടെ കടമകൾ എന്നെല്ലാം നിങ്ങളെ ഓരോരുത്തരെയും ഉദ്ബോധിപ്പിക്കുന്ന വിശാലമായ ക്ലാസുകൾ തന്നെ പരിശീലനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആമുഖമായി എനിക്ക് പറയാനുള്ളത്, സർക്കാർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒട്ടേറെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ ആ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മൾ വിജയകരമായി നടപ്പിലാക്കുമ്പോഴും ഇത് എല്ലാ പേരിലും ഒരുപോലെ തന്നെയാണോ എത്തുന്നത്? ഇത് എവിടെയെങ്കിലും ഇതിന് എന്തെങ്കിലും കോട്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അഥവാ ഇനി എന്തെങ്കിലും നമുക്കിതിൽ കൂടുതൽ ആഡ് ചെയ്യാനുണ്ടോ? ജനങ്ങൾക്ക് എന്തൊക്കെയാണ് അവരുടെ അഭിപ്രായങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങൾ സർക്കാരിന് ഇതിൽ വരുത്താൻ കഴിയും എന്നെല്ലാം അറിയണമെങ്കിൽ നാം ആരുടെ അടുത്തെത്തേണ്ടിയിരിക്കുന്നു? ജനങ്ങളുടെ അടുത്തെത്തേണ്ടിയിരിക്കുന്നു. അവന് സ്വന്തമായി അവൻ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം അവന് കിട്ടി എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയപ്പോൾ അതിലൂടെ അവരുടെ ജീവിത നിലവാരം ഉയരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതിഗതികളും മാറ്റം വന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നല്ല ആരോഗ്യം, എല്ലാവർക്കും ആരോഗ്യം ലഭിക്കുന്നതിന് പറ്റുന്ന ജില്ല ആരോഗ്യ നയം അന്ന് രൂപപ്പെടുത്തി. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസം അത് എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം, വിദ്യാഭ്യാസ നിയമം നമ്മൾ പാസ്സാക്കി. അതിലൂടെ കേരളത്തിൻ്റെ ദിശ മാറുകയാണ്. അതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാനുള്ള അവകാശം, അതുപോലെ എല്ലാവർക്കും ആരോഗ്യം ലഭിക്കുന്നതിനുള്ള അവകാശം, അവർക്ക് കുടികിടപ്പിന് കിട്ടുന്ന അവകാശം, കുടികിടപ്പ് അവകാശം അവർക്ക് കിട്ടി. നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല, മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂ കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ച് നോക്കാം. സൂപ്പർ. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുകുളം കുഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ്. പ്രമുഖ ബ്രാൻഡായ വിക്കോയാട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.